ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ഇന്ന് നമ്മുടെ ഡിസൈനിങ് വേൾഡിലെ ഒരു ചെറിയ പരീക്ഷണമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു വർക്കിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 2 തരം കട്ട് ബീഡ്സ് ആണ് കേട്ടോ. 2 കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആൻറ്റിക്കും അതുപോലെ ഒരു പർപ്പിൾ കളറാണ്. ഈ 2 ഐറ്റം മാത്രമല്ല കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കളർ ക്ലോത്തും പിന്നെ അതുപോലെ സീക്വൻസ് ലേസും പിന്നെ നമ്മുടെ ഗമ്മുമാണ് കേട്ടോ. ആ ഒരു ക്ലോത്ത് നമ്മൾ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സ്കാലപ്പും ഈ ഒരു ഫ്ലവറിൻ്റെ അതേ കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഓരോ ഫ്ലവേഴ്സും ഇങ്ങനെ തുന്നി കൊടുക്കട്ടെ. ഓരോ എൻഡ് ഭാഗത്തായിട്ടാണ് തുന്നി കൊടുക്കുന്നത്. ഈ ഒരു മോഡൽ ഞാൻ എനിക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് ചെയ്തൊരു വർക്ക് ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂട്യൂബിൽ നല്ല വ്യൂസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടും ആ ഒരു മോഡൽ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു മോഡൽ കിട്ടിയിട്ടുള്ളത്. വേറെ ഒന്നല്ല, എൻ്റെ സിസ്റ്റർ തന്നെയാണ് തന്നിട്ടുള്ളത്. ഈ ഒരു വർക്കിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വർക്ക് എനിക്ക് ഞാൻ 6 മാസത്തോളം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടൊരു വർക്കാണ് കേട്ടോ. സിസ്റ്റർ കുറേ കാലമായിട്ട് എന്നോട് പറയുന്നതാണ് എന്തെങ്കിലും ഒരു വർക്ക് അവൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വർക്ക് കണ്ടപ്പോൾ പിന്നെ അവൾ വേഗം ഈ ഒരു വർക്കിലേക്ക് ചാടിയിരുന്നത്. പിന്നെ കാരണം ക്ലോത്ത് എടുത്ത് ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 5-6 മാസത്തോളം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്ലോത്ത് ആയിരുന്നു. അന്ന് അവൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മോഡൽ ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഒരു ഡ്രസ്സ് ഇറങ്ങിയതിന് ശേഷം അവൾക്ക് ആ ഒരു വർക്ക് തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെയിം തന്നെ ചെയ്യേണ്ട, ചെറിയതായിട്ടൊരു ഡിഫറെൻ്റൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് എനിക്കൊരു ചെറിയൊരു പരീക്ഷണം ആവാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം വരുത്തി ചെയ്തൊരു വർക്കാണ്. സ്റ്റോൺ ലേസ് വെച്ചിട്ടാണ് കേട്ടോ എല്ലാ ബോർഡറും കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ലീഫും സ്റ്റോൺ ലേസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ടർ ലൈന് നമുക്ക് കട്ട് ബീഡ്സ് വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൻ്റെക്കാളൊക്കെ ഒരു ഭംഗി ഈ ഒരു സ്റ്റോൺ ലേസ് വെച്ചിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരു വട്ടം ചെയ്ത് അവൾക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് ഇതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ആദ്യം ഫ്ലവറിൻ്റെ നടുവിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറേ ഉണ്ടാക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് ഉണ്ടാക്കി തന്നത് എൻ്റെ മോനാണ് കേട്ടോ. ചെറിയ മോൻ അലമ്പാണെങ്കിലും വലിയ മോൻ നല്ല ഹെൽപ്ഫുള്ളാണ്. വലിയ മോൻ എന്നെപ്പോലെ ഇതുപോലുള്ള കലാവിരുദിനോടൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ വീട്ടിൽ പോയപ്പോൾ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി താത്താൻ്റെ മോളെ തന്നെയാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അവന് പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്യലും തുന്നലായിരുന്നു കേട്ടോ പണി. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യലധികം എനിക്ക് ഇളച്ചിയാണ് കേട്ടോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ സ്ലീവ് വരുന്നത്. സ്ലീവിൽ ഇതുപോലെ സ്കാലപ്പ് കൊടുത്തിട്ട് ഫ്രണ്ടിലൊരു ചെറിയൊരു ഓപ്പൺ കൂടെ കൊടുത്തിട്ടുണ്ട്. സ്കാലപ്പ് ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഇതുപോലെ ഫ്ലവർ കട്ട് ചെയ്തിട്ട് ആ സെയിം ഈ ഫ്ലവർ കട്ട് വർക്ക് എങ്ങനെ ചെയ്താലും നമുക്ക് ഹെവി ലുക്കാണ് കേട്ടോ, ഒരു പാർട്ടി വിയർ ലുക്കാണ് കിട്ടുന്നത്. ഇതിനൊന്നും ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കണില്ല കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകളൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത്. അങ്ങനെ 2 ആഴ്ചത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മളുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേ ഷാളും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ സ്പ്രെഡ് ചെയ്തിട്ടും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൾ സ്ലീവിലും താഴെ മാത്രമായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷാളിൽ നമ്മൾ ഒരു ഭാഗത്ത് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ടിലൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് ഓരോ ഫ്ലവേഴ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷാളിൽ നമ്മൾ 1 സൈഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ തന്നെ നല്ല ഹെവി പാർട്ടി വിയർ ലുക്കാണ് കേട്ടോ ഇതിന് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പാൻറ് വരുന്നിട്ടുള്ളത് നല്ല അനാർക്കലി മോഡലാണ്. അതുപോലെ സ്ലീവും നല്ല ബെൽ സ്ലീവ് ടൈപ്പിൽ ഒരു ഓപ്പൺ കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ഹെൽപ്പോട് കൂടി ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തൊരു വർക്ക് തന്നെയാണ് കേട്ടോ ഇത്. കാരണം ഈ ഒരു റൗണ്ടും എല്ലാം എനിക്ക് ചെയ്ത് തന്നത് മോനാണ്. അതുപോലെ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്ത് തന്നത് എനിക്ക് ഇളച്ചിയും അതുപോലെ താത്താൻ്റെ മോളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം നമുക്ക് കട്ടിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടോ. കാരണം അതിനിടയിൽ വേറെ വർക്കുകളും കൂടി വന്നപ്പോൾ ഞാൻ ഇതെല്ലാം മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന പണികളായതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്കും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കട്ട് ബീഡ്സുകൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻറ്റി കളറും അതുപോലെ ഈ ഒരു ക്ലോത്ത് കളർ പർപ്പിൾ കളറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ റൗണ്ടും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഗ്യാപ്പ് കുറേ എന്നാലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഐഡിയ കൂടി ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇതുപോലുള്ള വെറൈറ്റി ഡിസൈനുകളൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. ഇത്തരം വർക്കുകളൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഈ വീഡിയോ അതുപോലെ ഈ ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും പറയണേ. ഇതുപോലുള്ള പുതിയ പരീക്ഷണമായിട്ട് നമുക്ക് വീണ്ടും കാണാമേ. ഈ ഒരു പരീക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റിലൂടെ അത് അറിയിക്കാനും മറക്കരുതേ. എന്നാൽ പിന്നെ എങ്ങനെയാ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെയല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.